ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഡിസംബർ മാസം 18-ാം തീയതി മുതൽ ഡിസംബർ മാസം 24-ാം തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റുകളാണ്. പ്രധാനപ്പെട്ട സിനിമകളുടെ സീരീസുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 19ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച പ്രധാനപ്പെട്ടായിട്ട് റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഏതൊക്കെ നോക്കാം നമുക്ക്. ഒന്നാമത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഇട്ടു സി ബാട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമ ഒരു തമിഴ് റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 80s ബിൽഡപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. റീച്ചർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സെക്കൻഡ് സീസണാണ്, രണ്ടാമത്തെ സീസണിലെ 4ാമത്തെ എപ്പിസോഡാണ് വന്നിട്ടുള്ളത്. മൾട്ടി ഓഡിയോയിലാണ്, മലയാളം അടക്കമുള്ള ഭാഷയിലാണ് ആമസോൺ പ്രൈമിൽ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടതാണ്, കഴിഞ്ഞ ദിവസമാണ് കണ്ടു തീർത്തത്. ഈ സീരീസിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഹേ കമീനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ ഏതാണെന്ന് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, സാപ്പിഡിയ മലയാളം എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ താല്പര്യമുള്ളവർ വന്ന് ജോയിൻ ചെയ്യാം. നമുക്കതിലൂടെ സിനിമകളെ കുറിച്ചും സീരീസുകളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ സിനിമകളുടെയൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, കാണത്തിരുന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ ഒരു കന്നഡ മൂവിയാണ്. കന്നഡ മൂവിയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. ഗോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശിവരാജ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ സിനിമയായിരുന്നു. അപ്പോൾ ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു. ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ആഹാ തമിഴിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ്, ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി വിഭാഗത്തിലുള്ള സീരീസാണ്. മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ് ആപ്പിൾ TV+ൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു സീരീസ് തന്നെയാണ്, ടൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്, തമിഴ് സീരീസാണ്. ലേബൽ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡ് Disney+ ഹോട്ട്സ്റ്റാർ വഴി മൾട്ടി ഓഡിയോ തമിഴ് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലൊക്കെ ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സീരീസ് തന്നെയാണ് മാർവലിൻ്റെ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ആനിമേഷൻ വിഭാഗത്തിലുള്ള സീരീസായ വാട്ട് ഇഫ് എന്ന് പറഞ്ഞ സീരീസ്. ഈ സീരീസിൻ്റെ 2ാമത്തെ സീസണാണ്. 2ാമത്തെ സീസണിൻ്റെ 2 എപ്പിസോഡുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഹിന്ദി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സജിനി ഷിൻഡേക്ക വൈറൽ വീഡിയോ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തമിഴ് സിനിമയാണ്, തമിഴ് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ക്വിക്കോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഫിയർ ദ നൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഡ്രൈ ഡേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡോക്യുമെൻ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. കറി ആൻഡ് സൈനൈഡ് ദ ജോളി ജോസഫ് കേസ് എന്ന സീരീസിൻ്റെ പേര് വരുന്നത്. ഡോക്യുമെൻ്ററി സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൽ മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടത്തായി ജോളി കേസിൽ അനുബന്ധിച്ചുള്ള ഒരു സീരീസാണ്. 1 മണിക്കൂർ 38 മിനിറ്റാണ് സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്. പലരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു സീരീസിനെ കുറിച്ച്. ഡോക്യുമെൻ്ററി സീരീസാണ്, ആ രീതിയിൽ കാണാൻ ശ്രമിക്കാം. ഞാൻ കണ്ടിട്ടില്ല, കാണുന്ന വിചാരിക്കുന്നുണ്ട്. കണ്ടാൽ നിങ്ങളിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഒരു തെലുങ്ക് ആക്ഷൻ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആദി കേശവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കന്നഡ വിഭാഗത്തിലുള്ള ഒരു കോമഡി മൂവിയാണ്. ഷുഗർ ഫാക്ടറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു അടി എന്ന് പറഞ്ഞ സിനിമ. അഹാന കൃഷ്ണൻ, ഷീൻ ടോം ചാക്കോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. C5ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്, ഒരു ഹൊറർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫിനിക്സ് എന്ന സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കന്നഡ മൂവിയാണ്. ടോബി എന്നാണ് സിനിമയുടെ പേര്. ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സോണി ലീവിൽ ഈ ഒരു സിനിമ കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ട് മൾട്ടി ലാംഗ്വേജിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഫാൻറ്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. റബൽ മൂൺ പാർട്ട് 1 ചൈൽഡ് ഓഫ് ഫയർ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ്. അപ്പോൾ ഇത്രയും റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച റിലീസ് ചെയ്തതായിട്ടുള്ളത്. 19ഓളം റിലീസുകളുണ്ട്. ഈ ഒരു
ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾ സീരീസുകളാണ് നിങ്ങൾ കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും